ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ APD മാത്ത് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇതിൽ ക്ലാസ് 9 ഗണിതമഞ്ജരി പുതിയ CBSE ബുക്കാണ്. ഇത് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ റിലീസ് ആയിട്ടേ ഉള്ളൂ. CBSEയുടെ ന്യൂ ഗണിതമഞ്ജരി, റൈറ്റ്? അപ്പം ഇതിൽ ഗണിതമഞ്ജരിയിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ആണ്. കോർഡിനേറ്റ് സിസ്റ്റത്തിനെ പറ്റിയാണ് പറയുന്നത്. കോർഡിനേറ്റ് ജോമെട്രി, റൈറ്റ്? കോർഡിനേറ്റ് ജോമെട്രി. ഈ കോർഡിനേറ്റ് ജോമെട്രി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, distance between 2 points, how to mark the distance, how to plot the points, then everything. There is a distance between 2 points, how to locate a point, everything will find out by this coordinate geometry, right? അപ്പോൾ ഈ കോർഡിനേറ്റ് ജോമെട്രിയിൽ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അതിനിടെ ഒരു കാര്യം കൂടി ചിൽഡ്രൻ, ഇനിമേൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇത് കോർഡിനേറ്റ് ജോമെട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. So kindly stay tuned, and if you like the video, just press the like button and subscribe, children. So shall we start? ഇത് ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ്. ഗണിതമഞ്ജരി ഗ്രേഡ് 9 പാർട്ട് 1 ആണ്. ടു പാർട്സ് അത് പാർട്ട് 1 ആൻഡ് പാർട്ട് 2. സോ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ ആണത്. അപ്പം ഇതൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ് കുട്ടികളെ. ഇത് കാർട്ടീഷ്യൻ പ്ലെയിൻ, റൈറ്റ്? അപ്പം നമുക്കറിയാം, നമ്മൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ എന്ത് വേണം ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിൽ കാർട്ടീഷ്യൻ പ്ലെയിൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 4 ക്വാഡ്രൻസ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിന് മുന്നേ നമ്മൾ എന്തിനാ ഈ കാർട്ടീഷ്യൻ പ്ലെയിൻ, അതായത് ഈ കോർഡിനേറ്റ് ജോമെട്രി നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. എവിടെയാണ് നമ്മൾ ഈ കാർട്ടീഷ്യൻ പ്ലെയിൻ യൂസ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ജോമെട്രി എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഗൂഗിൾ മാപ്പ് കണ്ടിട്ടുണ്ടാവില്ല കുട്ടികളെ? ഗൂഗിൾ മാപ്പിൽ നമ്മളൊരു എപ്പോഴും ഒരു പ്ലേസ് കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് യൂസ് ചെയ്യും, അല്ലേ? ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. പിന്നെ എന്താണ് നമ്മൾ ആ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളെല്ലാം കണ്ടുപിടിക്കുന്നത് എല്ലാം കോർഡിനേറ്റ് ജോമെട്രി യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ? അപ്പം അതേ കോൺസെപ്റ്റ്, അതായത് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡെല്ലാം നമ്മൾ എങ്ങനെ ഗൂഗിൾ മാപ്പിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതേ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതേ കോൺസെപ്റ്റ് തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ? ഈ കാർട്ടീഷ്യൻ പ്ലെയിനിൽ എന്താണ് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇതിൽ ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ് എന്താണ്, പിന്നെ അതേമാതിരി നമുക്കറിയാലോ, ഒരു സിറ്റിയിലെ റോഡ്സും സ്ട്രെയിറ്റ് ലൈൻസും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യൂലേ? അപ്പോൾ അറേഞ്ച് ചെയ്ത് നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാം. ഈ റോഡ് നമ്മൾ എവിടെയാണ് കിടക്കുന്നത്, ഈ റോഡ് ഇന്ന പ്ലേസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്, ആ റോഡിന്റെ പോയിന്റ് എന്താണ്, ഓരോ പോയിന്റ്സ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യും, അല്ലെ? ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് ലൊക്കേഷൻ ആണ് ശരിക്കും നമ്മൾ മീൻ ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾക്ക് ഒരു ടേബിളിൽ നിങ്ങളൊരു പെൻസിൽ ബോക്സോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പെൻസിൽ ബോക്സ് നമ്മളെ ടേബിളിൽ നിന്ന് ആക്സിസ് നിന്ന് എത്ര ഡിസ്റ്റൻസ് മേലെയാണ്, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് താഴെയാണ്, ആ പെൻസിൽ ബോക്സ് ലൊക്കേറ്റ് ചെയ്യാനും നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിൻ, അങ്ങനത്തെ കാർട്ടീഷ്യൻ പ്ലെയിൻ ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ മെയിൻലി ഇത് മീൻ ചെയ്യുന്നത് ലൊക്കേറ്റ് ചെയ്യാൻ, ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാനാണ്, റൈറ്റ്? അപ്പം ഇതാണ് ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കാർട്ടീഷ്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, റൈറ്റ്? അപ്പോൾ ഇത് വൈ ആക്സിസ് ആണ്. ദറ്റ് മീൻസ് ഈ ലൈനിന് പറയുന്ന പേരാണ്, ഇതാണ് എക്സ് ആക്സിസ്. ഓക്കെ? ഈ ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആണ്, റൈറ്റ്? ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആണ്. ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്ന പേരാണ് എക്സ് ആക്സിസ്, റൈറ്റ്? ആൻഡ് ഇതൊരു വെർട്ടിക്കൽ ലൈൻ ആണ്. ഇതാണ് വൈ ആക്സിസ്. ഈ വെർട്ടിക്കൽ ലൈൻ, ഇതിന് പറയുന്ന പേരാണ് വൈ ആക്സിസ്, റൈറ്റ്? അപ്പൊ എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഓക്കെ? എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ആൻഡ് ഇതിന് പറയുന്ന പേരാണ് ഈ മിഡ് പോയിന്റ്. എക്സ് ആക്സിനും വൈ ആക്സിനും മിഡ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്ന പേരാണ് ഒറിജിൻ എന്ന് പറയും, റൈറ്റ്? ഇതാണ് നമ്മളെ ഒറിജിൻ. ഏതാണ് നമ്മളെ ഈ പോയിന്റ് ആണ്, ഇതാണ് നമ്മളെ ഒറിജിൻ എന്ന് പറയുന്നത്. ഈ ഒറിജിൻ എന്താണ്? എപ്പോഴും 0,0 ആണ്. ഒറിജിൻ 0,0, റൈറ്റ്? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇത് ഒറിജിൻ. ഈ ഒറിജിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതാണ്, ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ? ഇതെല്ലാം പോസിറ്റീവ് ആണ്, റൈറ്റ്? ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഈ ലൈൻ എല്ലാം ലെഫ്റ്റിലേക്ക് പോകുന്നതോറും നമ്മൾ നെഗറ്റീവിലേക്കാണ് പോകുന്നത്. ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്, റൈറ്റ്? പോസിറ്റീവ് എക്സ് ആക്സിസ് ഉണ്ട്, നെഗറ്റീവ് എക്സ് ആക്സിസ് ഉണ്ട്. ഇനി ഈ ഒറിജിന്റെ 0,0 അല്ലേ ഒറിജിൻ, ഈ സീറോന്റെ ഈ അപ്സൈഡ്, ഓക്കെ, മേലേക്ക് പോകുന്ന ഓക്കെ, മുകളിലോട്ട് പോകുന്ന ഇതിനാണ് പോസിറ്റീവ് വൈ ആക്സിസ് എന്ന് പറയുന്നത്. പോസിറ്റീവ് വൈ ആക്സിസ്. ഓക്കെ? ആൻഡ് ഇതിന്റെ താഴേക്ക് വരുന്ന ഇതിനാണ് നമ്മൾ പറയുന്നത് നെഗറ്റീവ് വൈ ആക്സിസ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? നെഗറ്റീവ് വൈ ആക്സിസ്, പോസിറ്റീവ് എക്സ് ആക്സിസ്, നെഗറ്റീവ് എക്സ് ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസ്, റൈറ്റ്? അപ്പം ഇതിന് ആക്ച്വലി രണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസും ആണുള്ളത്. ഇതിന് എങ്ങോട്ടേക്ക് പോകുന്നത്? റൈറ്റ് സൈഡിലേക്ക് പോകുന്നത്. ഓക്കെ, ഇത് ക്ലിയർ? അപ്പം ഇതിനാണ് നമ്മൾ പറയുന്ന പേരാണ്, ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ്, റൈറ്റ്? ഇതൊരു കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ്. ഇനിയിപ്പോ നമ്മൾക്ക് യെസ്, ഇനിയിപ്പം നമുക്ക് കാർട്ടീഷ്യൻ പ്ലെയിൻ ആണ് ഇത്. ഇതിൽ ഓരോരോ പോയിന്റ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇതിലെ പോയിന്റ്സ് എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ 0, ഇത് ബി എന്നുള്ള പോയിന്റ് ഉണ്ട്, റൈറ്റ്? ഇത് ഇ എന്നുള്ള പോയിന്റ് ഉണ്ട്, ദെൻ എച്ച് ഉണ്ട്, ജി ഉണ്ട്, റൈറ്റ്?
അപ്പോൾ ഈ എ എന്നുള്ള എ ഇതിൽ കാണുന്നില്ല കേട്ടോ. എ നമ്മൾ വേറെ ഇതേ ഡയഗ്രാം വെച്ചിട്ടുണ്ട്, വേറൊരു സം ചെയ്യാനുണ്ട്. പക്ഷേ ഇതിൽ എ കാണുന്നില്ല. ഇതിൽ ബി നോക്കാം. ബിയിലെ പോയിന്റ് എന്താ നോക്കാം. ഓക്കെ, ബി പോയിന്റ് എക്സ് ആക്സിസിൽ 4.5, പോസിറ്റീവ് എക്സ് ആക്സിസിൽ 4.5, ബട്ട് വൈ ആക്സിസിൽ 0, റൈറ്റ്. അപ്പോൾ ഇതിൽ പോയിന്റ് ബി എന്ന് പറഞ്ഞ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 4.5, 0. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എക്സ് ആക്സിസ് മാർക്ക് ചെയ്യും, പിന്നെ വൈ ആക്സിസ് മാർക്ക് ചെയ്യും. അപ്പോൾ ഓൾവേസ് യു റിമെമ്പർ ചിൽഡ്രൻ, കോർഡിനേറ്റ് നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സ് ആക്സിസ്, നെക്സ്റ്റ് വൈ ആക്സിസ്. കുട്ടികൾക്ക് എപ്പോഴും മാറിപ്പോകുന്ന ഒന്നാണ്. അവർ ചിലപ്പം വൈ ആക്സിൽ ആദ്യം മാർക്ക് ചെയ്യും, പിന്നെ എക്സ് ആക്സിസ് മാർക്ക് ചെയ്യും. അത് റോങ് ആണ്. എപ്പോഴും നമ്മൾ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സ് ആക്സിസ്, നെക്സ്റ്റ് വൈ ആക്സിസ്. ഓക്കെ, അതേമാതിരി ഇപ്പം നമ്മൾ ബി ഇപ്പം 4.5, 0 എന്ന് എഴുതി. ദാറ്റ് മീൻസ് എക്സ് ആക്സിസിൽ 4.5 ആണ്, വൈ ആക്സിൽ 0 ആണ്, റൈറ്റ്. ഇനി നമ്മൾ ഈ ഒറിജിൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് 0,0 ആണ്. ഒറിജിൻ ഇസ് ഓൾവേസ് 0,0, റൈറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ പോയിന്റിനെ പറ്റി നമുക്ക് നോക്കാം. എച്ച് എന്നുള്ള പോയിന്റ് കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഈ വൈ ആക്സിസിലാണ് എച്ച് കിടക്കുന്നത്, റൈറ്റ്. വൈ ആക്സിസിലാണ് എച്ച്. ദാറ്റ് മീൻസ് എക്സ് ആക്സിസിൽ ഒന്നുമില്ല, 0 ആണ്. എക്സ് ആക്സിസിൽ അതേ ആക്സിസിലാണിത്, അല്ലേ. എക്സിന്റെ 0ന്റെ നേരെയാണ് ഈ പോയിന്റ് ഉള്ളത്, റൈറ്റ്. അപ്പൊ എക്സ് ആക്സിൽ 0 ആണ്, അതേസമയം വൈ ആക്സിസിൽ ഇത് 4 ആണ്. അപ്പൊ ഈ പോയിന്റ്, ഏതൊരു പോയിന്റും വൈ ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ അത് എക്സ് കോർഡിനേറ്റ് 0 ആണ്, റൈറ്റ്. വൈ ആക്സിസിലെ ഏത് ഓൺ വൈ ആക്സിസ് if you are getting any point, that is actually the x coordinate will be 0. So 0,4. Suppose you are taking this point, ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ശരിക്കും? ഇത് 0,3 ആയിരിക്കും. ബിക്കോസ് എക്സ് കോർഡിനേറ്റ് ഇല്ല, എക്സ് കോർഡിനേറ്റ് അതേ ആക്സിസിൽ തന്നെയാണ്. അപ്പൊ 0,3 ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0,2 ആയിരിക്കും, റൈറ്റ്. അതിൽ വൈ ആക്സിസിലാണ് പോയിന്റ് ഉള്ളത്, അപ്പൊ 0,3 ആയിരിക്കും, റൈറ്റ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇത് എച്ച് എന്ന് പറഞ്ഞാൽ 0,4, റൈറ്റ്. Now next one is Now the next one is E. What is E? E എന്ന് പറഞ്ഞൊരു പോയിന്റ്, it is actually we can say that here 2 point, it's not -3, it's a -2.9. That means നെഗറ്റീവ് എക്സ് ആക്സിസിൽ ഒരു പോയിന്റിലാണ് ഇതിരിക്കുന്നത്, -2,9, 2.9,0, റൈറ്റ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് -2,9 ആണ്, വൈ കോർഡിനേറ്റ് 0 ആണ്. Now you see, okay, if there is any point on the x axis, then y coordinate will be 0. വൈ കോർഡിനേറ്റ് വിൽ ബി 0. എക്സ് ആക്സിസിൽ കിടക്കുന്ന ഏത് പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, പക്ഷെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇപ്പൊ ഈ പോയിന്റ് എടുത്താൽ ഇത് എത്രയായിരിക്കും നമുക്ക് പറയാം? -6,0, റൈറ്റ്. ഈ കോർഡിനേറ്റ് എടുത്താൽ നമുക്ക് എന്ത് പറയാം? -5,0, -5,0. ഇനി സപ്പോസ് ഈ കോർഡിനേറ്റ് ആണെങ്കിലോ, ഇത് ഞാൻ മാർക്ക് ചെയ്ത ഈ കോർഡിനേറ്റ് ആണെങ്കിലോ, ദറ്റ് ഇസ് +2 ആണ്. അപ്പൊ 2,0, റൈറ്റ്. അപ്പോൾ എക്സ് ആക്സിസിലുള്ള ഏതൊരു പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, പക്ഷെ വൈ കോർഡിനേറ്റ് വിൽ ബിക്കം 0, റൈറ്റ്. വൈ കോർഡിനേറ്റ് വിൽ ബിക്കം 0. ഇനി നമ്മൾക്ക് ഇതിപ്പം ഇതിപ്പോ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഓരോ ആക്സിസിലുള്ള പോയിന്റ് ഞാൻ പറഞ്ഞു, റൈറ്റ്. ഇനിയിപ്പോ നമ്മൾ ഇതിന് പറയുന്നത്, ഇനിയിപ്പോ ഞാൻ പറയാം ഇതിന്റെ എന്താണ് ഈ ക്വാഡ്രന്റ് എന്താണെന്നും കൂടി പറയാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നെക്സ്റ്റ് നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം, റൈറ്റ്. അപ്പോൾ ഈ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ്, നിങ്ങൾക്ക് അറിയാലോ, ഇതെല്ലാം പോസിറ്റീവ് ആണ്. 0 ഈ റൈറ്റ് സൈഡ്, 0ന്റെ റൈറ്റ് സൈഡിലെല്ലാം പോസിറ്റീവ് ആണ്. 0ന്റെ മേലേക്കുള്ളത്, ദാറ്റ് മീൻസ് അപ്പ് സൈഡിലുള്ള എല്ലാതും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ സപ്പോസ് നമ്മളിവിടെ പോയിന്റ് മാർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. സപ്പോസ് എ എന്നുള്ളൊരു പോയിന്റ് ആണെന്ന് വിചാരിക്കാം. ദാറ്റ് ഇസ് 3,3 എന്നുള്ള ഒരു പോയിന്റ്, റൈറ്റ്. 3,3 എന്നുള്ള ഒരു പോയിന്റ് വിചാരിക്കുക. അത് എപ്പോഴും നമ്മൾ കിടക്കുന്നത് ഈ ക്വാഡ്രന്റിലാണ്. ദാറ്റ് ഇസ് നോൺ ആസ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഈ ക്വാഡ്രന്റിന്റെ പേരാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ആൻഡ് പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് ആയിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റ് സൈൻ എന്ന് പറയുന്നത്, പോസിറ്റീവ് എക്സ് ആക്സിലും പോസിറ്റീവ് വൈ ആക്സിസിലും, റൈറ്റ്. ഇനിയിപ്പോ സപ്പോസ് ഞാൻ ഈ പോയിന്റ് ആണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദിസ് ഇസ് -4, ഈ പോയിന്റ് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? എക്സ് ആക്സിസിൽ -4ഉം വൈ ആക്സിസിൽ -4,2, റൈറ്റ്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ സപ്പോസ് ബി ആണെങ്കിൽ ഇത് ആക്ച്വലി സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റ്, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്. സോ ഹിയർ നെഗറ്റീവ്, പോസിറ്റീവ്, ഇതാണ് ഇതിലെ സൈൻ. Okay, അപ്പോൾ normally you can say that it is negative, negative, right. Positive, not x axis negative and y axis negative. And here how you can mark it is positive y axis. Always you have to mark x axis. The positive x axis, positive x axis, negative y axis. That is x, എന്തായിരിക്കും അതിന്റെ പോസിറ്റീവ് y axis ആകുമ്പോൾ എത്രയായിരിക്കും ശരിക്കും? x പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ y നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെ വരുള്ളൂ, അല്ലേ? ഇങ്ങനെയാണ് ഇത് വരിക. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ്, അതായത് ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, റൈറ്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താ വരിക? നെഗറ്റീവ്, പോസിറ്റീവ് ആണ്. ദിസ് ഇസ് നോൺ എസ് സെക്കൻഡ് ക്വാഡ്രന്റ്, റൈറ്റ്. ഇനി തേർഡ് ക്വാഡ്രന്റിൽ എന്താ വരിക? തേർഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവും
ബോത്ത് ആർ നെഗറ്റീവ്, എക്സ് കോർഡിനേറ്റ് ആസ് വെൽ ആസ് വൈ കോർഡിനേറ്റ് രണ്ടും നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്. നൗ ഫോർത്ത് ക്വാഡ്രന്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. നമ്മൾക്ക് എന്താ പറയാ, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഫോർത്ത് ക്വാഡ്രന്റ്. സോ 4 quadrants are there. Okay, so 4 quadrants are there, right? അപ്പം ഇതാണ് ഇതിലെ മെയിൻ പോയിന്റ്സ്, റൈറ്റ്? Okay, so next class I'll explain exercise set 1.1. Do you understand? ഇനി നമ്മൾ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും ഇതെല്ലാം ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ APD Math. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.